എമറാൾഡ് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് പടം ഒന്ന് ശരിയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ പുതിയ തലമുറയൊക്കെ അവരുടെ ഈ കാശിന് വേണ്ടിയുള്ളൊരു ഗ്രീഡി ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ അവസാനം നശിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഉണ്ണികൃഷ്ണനും പ്രൊഡ്യൂസർ ഉണ്ണികൃഷ്ണനും പിന്നെ നമ്മുടെ ഇവരൊക്കെ പുതിയ ആൾക്കാരാണ്, കൃഷ്ണസാഗറൊക്കെ. അവർ അവരുടേതായ രീതിയിൽ അവർ ഉഗ്രനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് നമ്മളിപ്പോൾ ഉഗ്രനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര അടി ഇങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഈ വെട്ടും കുത്തുമൊക്കെ ഉണ്ട്. അതൊരു അതൊരു അത് അതെ, അതൊരു ചെറിയൊരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നൊരു സീനാണ്. അപ്പോൾ അത് കുറച്ച് ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനാണല്ലോ സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു 1.5 വർഷമായി. സിനിമയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ സിനിമയല്ലേ, ചെറിയ സിനിമയാകുമ്പോൾ അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും ഇറങ്ങി വന്നു. കുഴപ്പമില്ല. ഇത് വളരെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു പടമാണ്. വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത പടമാണ്. ഓൾമോസ്റ്റ് എല്ലാം പുതുമുഖങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത്. വയലൻസ് ഉണ്ട്. മാർക്കോയിൽ ഉള്ള പോലെ ചെയിൻസോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. മോർ ഓവർ ഓക്കെയാണ്. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ ചെയ്ത പടം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഓക്കെയാണ്. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല. തിയേറ്ററിലാണല്ലോ റിലീസ് ചെയ്തത്. ഓക്കെ. പടം കുഴപ്പമില്ല. പക്ഷേ MDMA പടം സെൻസർ ബോർഡ് കട്ട് ചെയ്യുന്നതിന് മുമ്പേ കണ്ടു. നല്ല സിനിമയാണ്. നല്ല യങ്സ്റ്റേഴ്സിന് കാണാൻ പറ്റിയ സിനിമയാണ്. നമുക്ക് മുറ സിനിമയുടെ വേറൊരു വെർഷൻ. പിന്നെ എല്ലാം പുതുമുഖങ്ങളാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. മാർക്കോ പോലെ തന്നെയാണ്. അത് വേറൊരു രീതിയിലുള്ളതാണ്. എമറാൾഡ് അത് സിനിമ കണ്ടിട്ട് തന്നെ വിലയിരുത്തണം നിങ്ങൾ. അതെ 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 അതെ. വലിയ ആക്ഷൻ അല്ല പ്രാധാന്യം. ഇത് വേറെ തരത്തിലുള്ള, അത് കണ്ടു തന്നെ നിങ്ങൾ തീരുമാനിക്കണം. യങ്സ്റ്റേഴ്സിന് കാണാൻ പറ്റിയ സിനിമയാണ്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ വാളെടുത്തവൻ വാളാലെ എന്നുള്ളൊരു തന്നെയാണ്. നമ്മൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പിന്നെ മയക്കുമരുന്നിനും ഇതിനൊക്കെ അടിമയല്ലേ, അതിന്റെ ഒരു വേറൊരു തരത്തിലുള്ള സിനിമ. ഇത് ന്യൂ തലമുറയുടെ അല്ലേ, അപ്പൊ കാണാൻ നല്ലതാണ് എമറാൾഡ്. എല്ലാരും കാണുക. മാർക്കോ ആ ഒരു ഫീൽ ഉണ്ട്. മാർക്കോ ഫീൽ പോലെ ഉണ്ട്. പിന്നെ നല്ല കഥയാണ്. തിരുവനന്തപുരത്തിയല്ലേ, പിന്നെ കാണാൻ പറ്റുമല്ലോ. നൈസ് മൂവിയാണ്. യങ്സ്റ്റേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും ഫോർ ഷുവർ. സോ ഓവറോൾ എല്ലാവരുടെയും ആ ഒരു ടീം എഫേർട്ട് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നൈസ് ആയിരുന്നു. എല്ലാവരും അവരുടെ 100% ഇട്ട് ചെയ്തിട്ടുണ്ട്. അതെ, പുതുമുഖങ്ങളാണെന്നെങ്കിൽ പോലും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. പുതുമുഖങ്ങൾ നല്ല ഇതായിരുന്നു. പിള്ളേരൊക്കെ നല്ല ഇത് അഭിനയൊക്കെ കൊള്ളായിരുന്നു. നിങ്ങളത് അങ്ങനെ പോട്ടത് വല്ലാതെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ തലമുറയെ കണ്ടിരിക്കാനുള്ളല്ലോ കൊള്ളാം. ഈ തലമുറയ്ക്ക് കാണാൻ പറ്റിയ പടം. നടന്മാരെല്ലാം പുതിയ പയ്യന്മാരാണ്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. മാർക്കായിട്ട് കുറച്ച് സാദൃശ്യം എത്ര ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. നന്നായി ചെയ്തിട്ടുണ്ട്. വയലൻസ് അത്യാവശ്യം കൊള്ളായിരുന്നു. ബോറല്ല, കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. MDയും കുക്കിംഗ് ചെയ്യുന്നതൊക്കെ ആ ഒരു മെത്തേഡ് അതൊക്കെ കണ്ട് കുറച്ചൊരു മെസ്സേജാണ് സത്യത്തിൽ. എടുത്തു പറയാൻ പറ്റിയൊരു നമ്മുടെ അതായത് യങ്സ്റ്റേഴ്സിന് വേണ്ടി പറ്റിയൊരു ഇതാണ്. മാർക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വയലൻസ് അത്രയില്ല, എന്നാലും കുറച്ചും കൂടെ മുറ സിനിമയുടെ വേറൊരു വേർഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ തോന്നിയോ? മുറയുടെ ഒരു ഇതാണ്. ട്രിവാൻഡ്രം ലാംഗ്വേജ് ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു പടത്തിന്റെ? ഓൾമോസ്റ്റ് അടിപൊളിയാണ്. കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഫിലിമായാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല വർക്കാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.